ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ പെഹൽഗാമിലായിരുന്നു. പെഹൽഗാമിലത്തെ രാത്രി കാഴ്ചകളാണ് കണ്ടത്. ഇനി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ, അതായത് ഒക്ടോബർ 3-ാം തീയതി 7:30 ആയപ്പോഴത്തേക്കും പെഹൽഗാമിൽ നിന്ന് അംബാലയ്ക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ശ്രീനഗർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ക്ലൈമറ്റേ ആയിരുന്നില്ല, ആക്ച്വലി ഒരു വെതറേ ആയിരുന്നില്ല ഇവിടെ നല്ല തണുപ്പായിരുന്നു പെഹൽഗാമിൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ 7:30 ആയപ്പോഴത്തേക്കും പെഹൽഗാമിൽ നിന്ന് തിരിച്ച് അംബാലയിലേക്ക് പുറപ്പെട്ടു. 587 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അംബാലയിലേക്കുള്ളത്. അപ്പോൾ ഏകദേശം 13-13.5 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ആ സെയിം ഡേ തന്നെ അംബാല എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ആപ്പിൾ വാങ്ങിക്കണം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കണം, അങ്ങനത്തെ പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. പെഹൽഗാമിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്രയും പിന്നെ വഴിയിൽ ഞങ്ങളുടെ ഒരു ആപ്പിൾ തോട്ടം വിസിറ്റും അവിടുത്തെ ആപ്പിൾ പാക്കേജിങ്ങും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പെഹൽഗാമിൻ്റെ രാവിലത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പെഹൽഗാം ടൗണിലേക്ക് പോയ അതേ വഴി തന്നെയാണിത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ളത് ഒരു ഗാർഡനാണ്. ഇതാണ് പെഹൽഗാം ടൗൺ. ഒരു പക്ക ട്രഡീഷണൽ കശ്മീരി സ്റ്റൈലിലുള്ള ബിൽഡിങ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടൗണാണ് പെഹൽഗാം ടൗൺ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാത്രിയൊന്നും അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തീരെ ആൾക്കാരെ കാണും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. റൈറ്റ് സൈഡിൽ കാണുന്നത് പെഹൽഗാമിലത്തെ ഒരു വലിയ പള്ളിയാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്നു പോയ വഴികളാണ്. മുമ്പിൽ പീർപ്പാഞ്ചൽ മലനിരകളുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പെഹൽഗാമിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ പെഹൽഗാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോഴും പെഹൽഗാമിലുള്ളത്. ഇപ്പോൾ വലത് ഭാഗത്തു കൂടി ലിദർ നദി ഒഴുകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന സെയിം വഴി തന്നെയാണ് പകുതി വരെ നമ്മൾ തിരിച്ചു പോകുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ NH മാറിയിട്ട് ആണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും റൈറ്റ് സൈഡിൽ ലിദർ നദി നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാശ്മീർ ഇപ്പോഴും സഞ്ചാരികളുടെ പറുദീസ തന്നെയാണ്. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഒന്നുകൂടി പറയുകയാണ്, ഡെസ്റ്റിനേഷൻ അല്ല ശ്രീനഗറിലും പെഹൽഗാമിലും പ്രധാനം, നമ്മൾ പോകുന്ന വഴികളാണ്. ഡെസ്റ്റിനേഷനേക്കാളും ഭംഗി വഴിയാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അമർനാഥ് തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അമർനാഥ് കേവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അമർനാഥ് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് ക്യാമ്പാണ് പെഹൽഗാം. അപ്പോൾ ഈ വഴി കൂടെയൊക്കെയാണ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെയൊക്കെയാണ് അമർനാഥ് യാത്രികർ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെഹൽഗാം എന്ന് പറഞ്ഞ വാലി ഓഫ് ഷെപ്പേഡ്സ് ആണ്. അതിനെ അന്വർത്ഥമാക്കും വിധം നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ആടുകളെയും ആട്ടിടയന്മാരെയും കാണാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴി മുഴുവൻ ഈ ഒരു കാഴ്ച കോമൺ ആണ്. പിന്നെ വഴി തടയൽ സമരമാണോ? എത്രയല്ല ആണ്. മാറ്റുന്നില്ല കാരണം അവർ ഇത്രയും കൂട്ടത്തോടെ പോകണ്ടേ, നിങ്ങളെങ്ങോട്ട് മാറ്റാനാണ്? അത് ഒന്നിൻ്റെ കളർ നോക്ക്, നല്ല ബ്രൗൺ കളർ കണ്ട. ആ കൂട്ടത്തിൽ ഒരു ചെമ്മരിയാട്. വാലി ഓഫ് ഷെപ്പേഴ്സ് എന്നല്ലേ പറയുന്നത്. പിന്നെ ഷീപ്പും ഷെപ്പേർഡും വേണ്ടേ, ഷീപ്പ് ഗോട്ട് എല്ലാം വേണം. JNK പോലീസ് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഒന്നതിന് കൊമ്പ് പൊട്ടിപ്പോയി. അത് അങ്ങോട്ടാ പോകുന്നത്. അവര് റൈറ്റാണ്. അവർക്ക് എന്താ പറയാ, സോഫ്റ്റ് ഇത് ഇല്ല, ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് യന്നാർ ബ്രിഡ്ജ് ജവാൻ ഓർ അവാം അമൻ ഹി മുഖാം
മക്കാമണം മക്കാമണം മക്കാമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പെഹൽഗാം ടൗണിനോട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങണം. വിസിറ്റ് അഗെയിൻ പെഹൽഗാം ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി മുഴുവൻ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി. അത്ര ശക്തിയായതല്ലെങ്കിലും അത്യാവശ്യം നല്ല മഴയായിരുന്നു. മഴ ഇപ്പം ചാറുന്നുണ്ടല്ലേ. ആ വീടൊക്കെ നോക്ക്. നല്ല വീടാണോ ഹോട്ടലാണോ? വീടാ തോന്നുന്നു. ഹോട്ടലാണ്. ഹോട്ടൽ ഡയമണ്ട് ഡ്രീം. താഴെക്കൂടി അതാനി റിവർ ഒഴുകുന്നു. ഇത് റിവറല്ല, പിന്നെ ആന്ന് അപ്പുറത്തെ ഒഴികെ റിവർ ഇത്ര പെട്ടെന്ന് ഇപ്പുറത്ത് അല്ല, അപ്പുറത്തെ അത് ശരിയാ. പാകിസ്ഥാനെ കുടിയും നല്ലത്. അത് പള്ളീൻ്റെ എന്തോ ആണ് പച്ചക്കളർ. ഇന്നലെ മറ്റവൻ പിടിച്ചത് ആയിരിക്കും. ഇതൊക്കെ അക്രൂട്ടാണ് കേട്ടാ ഈ വഴിയിലുള്ളത്. ആ റൈറ്റ് സൈഡില്. ആ റൈറ്റ് സൈഡില്. അയ്യോ, ശരിക്കും അക്രൂട്ടിന്റെ സീസൺ അല്ല. ആ കുഞ്ഞ് പച്ച പച്ച പിടിച്ച് കണ്ടിട്ടേ ചിനാർമരം ചില ഇലയൊക്കെ കണ്ട ഓറഞ്ചായി തുടങ്ങിയിട്ടുണ്ട. കണ്ട ഒന്നും ഇവിടെ അല്ലാണ്ട് ഗവൺമെന്റ് ബസ്സൊന്നും ഇല്ല തോന്നുന്നു. ഇങ്ങനത്തെ ടാക്സിയാണ് ഓടുന്നത്. ടവേരയും ബൊലേറോ ഒക്കെ അല്ലേ. ചിനാർ ഇവരുടെ എന്താണ് മരത്തിനെ ഇവർ നല്ലോണം സംരക്ഷിക്കുന്നുണ്ട്. വലിയ മറ്റേ സെക്കോയ ട്രീൻ്റെ ഒക്കെ പോലെ നല്ല ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ വരുന്ന വലിയ തടിയാവുണ്ട് തോന്നുന്നു അല്ലേ. ഒക്കത്ത് വലുതാവും അതിൻ്റെ വിടുത്ത്. അക്രൂട്ടൊക്കെ നമ്മളെ നാട്ടിൽ മാവ് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് വഴിയിലൊക്കെ. പക്ഷെ ആപ്പിളാണ് ഫാമിൽ മാത്രമായിട്ടുള്ളത് അല്ലേ. അക്രൂട്ട് ചുമ്മാ വഴിയിലൊക്കെ ഉണ്ട്. അയ്യോടാ, ആൾക്കാർ നോക്ക്, ആ പുല്ലൊക്കെ നനഞ്ഞു പോയില്ലേ ഗോതമ്പിൻ്റെ മഴ പെയ്ത്. എന്ത് ചെയ്യും? ഈ ലിഡർ നദിയിലത്തെ വെള്ളമാണ് ഇവര് പെഹൽഗാമിന്റെ ജീവൻ. ആ റിവറില്ലമ്മാ, ആ റിവറിന്റെ വെള്ളമാണ് ഇവര് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പെഹൽഗാം കഴിഞ്ഞ് അനന്ത്നാഗ് എന്നുള്ള സ്ഥലത്തെത്തി. അനന്ത്നാഗ് ടൗൺ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ശ്രീനഗറും ഇതേപോലത്തെ ബ്ലൂ കളറുള്ള ഓട്ടോ ആയിരുന്നു. പിന്നെ ഇവിടെ CRPFൻ്റെയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൻ്റെ ഒക്കെ വണ്ടികളൊക്കെ ബുള്ളറ്റ് പ്രൂഫായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ്ലി ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഇവരെടുക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. പള്ളിയാവും അല്ലേ, പള്ളിയല്ലേ. അനന്തനാഗിലൊക്കെ എപ്പോഴും ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന സ്ഥലമാണ്, എപ്പോഴും ന്യൂസിൽ കേൾക്കില്ലേ. മിർസ മുഹമ്മദ് അഫ്സൽ മെമ്മോറിയൽ ഫോഗാന്ന്, അത് ഫാക്ടറി ഫോഗുണ്ടോ. നമുക്കൊരു പ്രീ വിന്റർ എക്സ്പോഷർ ആയിക്കൊല്ലോ മലയാളത്തെ വിന്ററിന് മുമ്പേ. ഞങ്ങളങ്ങനെ അനന്ത്നാഗിൽ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നേ. അകത്ത് കയറി, ഇതാണ് അവരുടെ മെനു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാത്ത കുറേ ഡിഷസൊക്കെ കണ്ട്. അപ്പോൾ ഈ ചിക്കൻ കാന്തി എന്ന് പറയുന്നത് നമ്മൾ ശ്രീനഗറിൽ മലയാളി കടയിൽ നിന്ന് കഴിച്ചില്ലേ, ആ ചിക്കൻ കറിയാണേ. പിന്നെ അതല്ലാണ്ട് ഇവിടെ വേറെയും കുറേ ഡിഷസ് ഉണ്ട്. രാവിലെ തന്നെ ഇവർ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യും. ഇപ്പോൾ സമയം ഏതാണ്ട് 9:30-10 മണി ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവർ വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി സെർവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനകത്ത് തന്തൂരി റാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ പോർഷന് 2500 രൂപയാണ് ഇവരുടെ മെനുവിൽ കാണിക്കുന്നത്. മീഡിയം പോർഷൻ 3000, ലാർജ് 3500. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതൊരു
കശ്മീരി മട്ടൺ ഡിഷാണ്. അപ്പോൾ അതാണ് തന്തൂരി റാൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ സമയത്ത് അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റുമാലി റൊട്ടിയും അവരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡൊക്കെ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആ നല്ല മഴയും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആപ്പിൾ ഗോഡൗൺ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആപ്പിൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആപ്പിൾ തോട്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓണറിനെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ അമ്പലയ്ക്ക് പോകുന്ന വഴി തന്നെയാണ്, അവിടുന്ന് കുറച്ച് മുമ്പോട്ടാണ് ആപ്പിൾ തോട്ടമുള്ളത്. അപ്പം അദ്ദേഹം ഞങ്ങളവിടെ വഴിയിൽ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നു. ഈ തോട്ടത്തിനകത്ത് തന്നെയാണ് അവരുടെ വീടും ഒക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആപ്പിൾ തോട്ടം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അവർ പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് അവർക്ക് ഹോൾസെയിലായിട്ടുള്ള കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഇവിടെ അനന്തനാഗിലത്തെ ആപ്പിൾ തോട്ടവും അവിടുത്തെ പാക്കിംഗ് ഒക്കെ കാണാം. ഹനീൻ്റെ ഗ്രീൻ ആപ്പിൾ ഇതേ ആപ്പിൾ താഴെ വീണ് എടുക്കണം. താഴെ ആ ഇതാണല്ലേ ഗ്രീൻ ആപ്പിൾ. ഇത് ഗ്രീൻ ആപ്പിൾ പറഞ്ഞാൽ ഹൈബ്രിഡ് ആപ്പിളാണേ, നാച്ചുറൽ അല്ല ആക്ച്വലി. ഇത് കണ്ടോ, അവർ ആപ്പിൾ പറിച്ചിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുക. ഇത് നമ്മൾ ശ്രീനഗറിൽ കണ്ട പോലെ ചെറിയ ആപ്പിൾ തോട്ടമല്ല കേട്ടോ, ഇത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ആപ്പിൾ തോട്ടമാണ്. ഇവിടെ നിന്ന് തന്നെ അവർ പറിച്ച് മുഴുവനായിട്ട് സെയിൽ ചെയ്യും, ഗോഡൗണിലേക്ക് അയക്കും. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പറമ്പിൽ ചെറിയ ആപ്പിൾ മരങ്ങൾ, അതായത് ഇതിനും കായ്ച്ചു തുടങ്ങാത്ത ചെറിയ ആപ്പിൾ മരങ്ങളുണ്ട്. ഇത് അവരുടെ വീടാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പാക്കിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വീടിന് ചുറ്റും ഇതേപോലെ ആപ്പിൾ തോട്ടമാണ്. പിന്നെ എന്താണ്, സബർജില്ലിയുണ്ട്, അനാറുണ്ട്. അപ്പോൾ സബർജില്ലിൻ്റെയും അനാറിൻ്റെയൊക്കെ സീസൺ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് അത്രയും കാര്യമായിട്ടുണ്ടായില്ല. കുറച്ച് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുമ്പേയൊക്കെ ആണെങ്കിൽ ഇത് നാഷ്പതി, അതായത് സബർജില്ലിയുടെ സീസൺ ആയിരുന്നു, ആ സമയത്ത് അത് കാണാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സബർജില്ലിയൊക്കെ ഇവരെ പറിച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അതൊന്നും കാണാനില്ല. പിന്നെ 1-2 അനാറ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്, അതും കൂടി നമുക്ക് കാണാം. പൊട്ടിച്ചൂടാങ്കൾ പറയുന്നു. എന്താ ഇതാ അത് താഴെ വീണ് കിട്ടിയത് എനിക്ക് പോണോ. അതെന്തായിരുന്നു ഹനി ഹനി ഒരു സെക്കൻഡ് വന്നേ, ഒരു സെക്കൻഡ്. ഇവിടെ നന്ദു ഒരു ഫോട്ടോ എടുത്ത് തന്നേടി മോളെ, ആ ചേച്ചി കഴിയട്ടെ. എടാ ചേച്ചി ഫോട്ടോ എടുക്കട്ടെടാ, ചേച്ചി ഫോട്ടോ എടുക്കാൻ നിൽക്കുക, നീ എവിടെ പോകുന്നു? ഓ താങ്ക് യു. ഞാൻ താഴെ വേണം പെറുക്കി ആപ്പിളൊക്കെ പെറുക്കാനും വേണം യോഗമില്ലേ ചേച്ചി. ഇതെന്താ കോളിഫ്ലവറോ? ഇത് കോളിഫ്ലവർ അല്ലേ? മൂലിയല്ല, ഇത് കോളിഫ്ലവറാണ്. അല്ല കോളിഫ്ലവർ അല്ല, ഇത് ടിൻഡയാ തോന്നുന്നു, ടിൻഡ. ഒരു ഗ്രീൻ കളർ സാധനം. ഭയ്യ ഈ സബ്ജി ഇതെന്ത് സബ്ജി? ടിൻഡ തോന്നുന്നു. ഞങ്ങൾ ആപ്പിൾ തോട്ടമൊക്കെ കണ്ടിട്ട് ഇനി ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വില ചോദിക്കുവാണേ. അപ്പോൾ ഓൾറെഡി 2 പാക്കറ്റ് അദ്ദേഹം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ ഏകദേശം 16 കിലോ, നമ്മൾ ശ്രീനഗറിൽ കണ്ട മാതിരി തന്നെ ഈ ഒരു ബോക്സിൽ ഏകദേശം 16 കിലോ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 750 രൂപയാണ് ഒരു ബോക്സിന് പറയുന്നത് അദ്ദേഹം. ഇപ്പോൾ ബോട്ടിൽ ഇങ്ങനെ എന്തോ നിറച്ച് വെച്ചിരിക്കുന്നിട്ട് പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ അത് വെള്ളമാണ്. അപ്പോൾ അവരവരുടെ യൂസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 3 ബോക്സ് ആപ്പിൾ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പാക്കിങ് എങ്ങനെയാണെന്ന് കാണാം. ഇതൊക്കെ ഓൾറെഡി ഈ തോട്ടത്തിൽ നിന്ന് പറിച്ച് വെച്ച ആപ്പിളാണ്. ഇതാണ് ഇനി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. ഫ്രഷ് ആയിട്ട് പറിച്ച് വെച്ചതാണ് ഇന്ന്, അതായത് ആ ദിവസം രാവിലെ. ആ കുഞ്ഞു വെച്ച് അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആണ് ഈ പാക്കിങ്ങിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നതാണ്. ഇപ്പം നല്ല സ്മാർട്ട് ആൾ. ഇപ്പോൾ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ആ ദിവസം എന്തോ കാരണത്താൽ അവർക്ക് സ്കൂൾ അവധിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ഉള്ള പറമ്പിൽ അവരുടെ സ്കൂളാണേ. 16 किलो भैया कितना केजी होगा ये? एक बॉक्स
हाँ ये इसके ये खराब नहीं होगा ना जल्दी? 1 महीना होगा, 1 महीना। उससे ज़्यादा निकलेगा. ओके ओके. ഒരു മാസത്തിലധികം നിൽക്കുന്നോ? അതിൽ കൂടുതലായ അഹങ്കാരായി പോയി. ഒരു മാസം നിന്നില്ല പിന്നെ നഷ്ടമല്ലേ? ഒരു മാസം അതെ. ജാം അച്ചാർ എനിക്ക് ആ ചട്നി വേണമായിരുന്നു, അത് വാങ്ങിച്ചൊന്നുമില്ല. ആ സാറേ ആ ചേച്ചി പുല്ല് വെച്ചു, അത് കഴിഞ്ഞിട്ട് പേപ്പർ വെച്ചു അല്ലേ. എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ടാണ് ഇതവരെ ഇങ്ങനെ ലെയർ ആണ് പറയുന്നത്. വലിയ ബോക്സ് 4 ലെയർ, ചെറുതാണെങ്കിൽ ചെറിയ ആപ്പിളാണ് 5 ലെയർ. അങ്ങനെ കച്ചവടം നടക്കുന്നത്. എത്ര രൂപ കിട്ടും അല്ലേ? അതെ അതെ, കഷ്ടപ്പെട്ടിട്ട് എന്ത് പാടുണ്ട്. അതല്ലെങ്കിലും ഈ കർഷകർക്ക് എപ്പോഴും നഷ്ടം തന്നെയാണ്. സ്റ്റിക്കർ എന്തിനാ നമുക്ക്, എന്തിനാ സ്റ്റിക്കർ? അതന്നെ, അയാൾക്കെങ്കിലും യൂസ് ആയിക്കോട്ടെ. വെറുതെ സ്റ്റിക്കറിന്റെ പൈസ ഉണ്ടാക്കി ലാഭമാവട്ടെ അല്ലേ. बस वो जो है वो 3 हो गया? हाँ 3 हो गए, 2 मैंने भरे थे अभी. വലിയ തക്കുടുമുണ്ട്, അത് നോർമൽ. നാഷ്പതി, ഹാ സബർ ജില്ലി. ഇത് ആ സബർ ജില്ലി. ഇതവരുടെ തൊട്ടടുത്തുള്ള ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ ഇതാണെങ്കിൽ കായ്ച്ച് തുടങ്ങിയിട്ടില്ലാത്ത ആപ്പിളാണ്. ഇപ്പോൾ അടുത്ത സീസണിൽ കായ്ച്ച് തുടങ്ങുമായിരിക്കും എന്നവർ പറയുന്നത്. അങ്ങനത്തെ ചെറിയ ആപ്പിൾ മരങ്ങളാണേ. ഇപ്പോൾ ഒരു ബോക്സിൽ 16 കിലോയുടെ അടുപ്പിച്ചുണ്ടാവുമല്ലോ, ചിലപ്പോൾ 17 ഉണ്ടാവും. ആപ്പിളിൻ്റെ ഇത്തിരി തൂക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ ലെയർ അനുസരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ 1 കിലോ ആപ്പിളിന് ഏകദേശം 46 രൂപ, 50 രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. ഈ സെയിം സാധനമാണ് കുറേ നാൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഇവർ കിലോയ്ക്ക് 250-300 രൂപയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ കാശ്മീരിൽ ആപ്പിൾ എത്ര ലാഭമാണെന്ന് നോക്കൂ. ഇത് ഏറ്റവും ഗുഡ് ക്വാളിറ്റി ആപ്പിളാണ് 46 രൂപയ്ക്ക് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഇതിലും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും ചിലപ്പോൾ നമുക്ക് 200-250 കടകളിൽ കിട്ടുന്നത്. അംബാലയിൽ പോലും സീസണിൽ 100-150 രൂപയൊക്കെയാണ് കിലോയ്ക്ക് വാങ്ങിക്കുന്നത്. കാങ്ക്രി എന്നാ കണ്ടോ ചേച്ചി, അതിൻ്റെ അകത്ത് മണ്ണിന്റെ സാധനം ഉണ്ട്, മണ്ണിന്റെ കലം. എന്നിട്ട് അതിനകത്ത് കനലിട്ടിട്ട് കൈ പിടിച്ച് നടക്കും. അപ്പൊ വിന്റർ में यूज करते हैं ना. ठंडा नहीं होगा ना. ठीक है, थैंक यू. वैसे പോവാം. കാങ്ക്രി അതിന്റെ പേര്. आ जाओ ना, फ्रेंड्स भी है. ഒരു പാവട്ടവൻ. രണ്ടും പൊട്ടിച്ച് ചെറുനെ അല്ല ഒരെണ്ണം ചേട്ടൻ ഒരെണ്ണം ചേട്ടൻ എടുത്തോട്ട് ഒരെണ്ണം കുഞ്ഞും ആയില്ലേ. ആ ചേച്ചിക്ക് കൊടുക്കും ചേട്ടൻ. നമ്മൾ ഇത്രയും വാങ്ങിച്ചില്ലേ മോളെ. അത് ഊതു നീ. തന്നെ. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ഇപ്പോൾ ആപ്പിൾ വാങ്ങിച്ചു, ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പോട്ട് പോകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആ ബോക്സൊക്കെ ഞങ്ങൾക്ക് കാറിൽ ഡിക്കിയിൽ കൊണ്ടുവച്ച് തന്നു. ഞങ്ങൾ 3 പേര് ഓരോ ബോക്സ് 3 ബോക്സ് വാങ്ങിച്ചു. 750 ഈച്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ അംബാലയ്ക്കാണ്. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും അംബാല എത്തണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അനന്ത്നാഗിന്ന് ഇനി അംബാലയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ
തിരിച്ച് അംബാലയിലേക്കുള്ള യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്ന വഴിക്ക് ലുധിയാനയിൽ കുറച്ച് ഡ്രസ് ഷോപ്പിങ്ങും ചെയ്യണം. അവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കൂടി നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.